ഒരു കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കണം കേട്ടോ. കാരണം ഇതുവരെയുള്ള ഭരണസമിതി പലപ്പോഴായി പറഞ്ഞ ഈ ഇഷ്ടികകളുടെ കണക്ക്, അത് അവർ പറയുന്ന ഒരു കണക്കൊക്കെയുണ്ട്, അതൊക്കെ വാസ്തവമാണോ എന്നത് ഈ ഘട്ടത്തിൽ പരിശോധിക്കും എന്നുള്ളതാണ് എന്തായാലും മേയർ പറഞ്ഞു വെച്ചത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഒപ്പം തന്നെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഇവിടെ എത്തിയിരുന്നു, അദ്ദേഹം പ്രതികരിച്ചിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണവും ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ്. എന്നാലും ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. എന്തായാലും സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും തോറ്റം പാട്ടുകൾ ചടങ്ങുകളിലേക്ക് അല്ലെ അതിനുള്ള സമയത്തേക്ക് കടക്കുകയാണ്. 9:15 ഇവിടെ നിങ്ങൾക്ക് അനൗൺസ്മെന്റ് കേൾക്കുന്നത് പോലെ തന്നെ പുണ്യാഹ ചടങ്ങുകളിലേക്ക് 9:15 നടക്കും. അതിനുശേഷമാണ് അതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു അഭിമാനം മാത്രമല്ല, ഒരു സ്ട്രെങ്ത് എന്ന ഒരു പൊങ്കാലയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാവരും അറിയും ഈ ആറ്റുകാൽ പൊങ്കാലിനെ കുറിച്ച്. ഈ ഇങ്ങനത്തെ ഒരു ഭക്തിൻ്റെ ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എല്ലാവരും, ഇന്നലെ ഞങ്ങളുടെ അവിടുന്ന് ഫൈനാൻസ് മിനിസ്റ്റർ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ വരാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ വരാൻ പറ്റുന്നില്ല. മേയർ ഇൻവൈറ്റ് ചെയ്തായിരുന്നു, അദ്ദേഹം വരാൻ പറ്റിയില്ല. പക്ഷേ ഇത് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഇത് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വളരെ സന്തോഷമുണ്ട്. ഇത് എനിക്ക് 3ാമത്തെ കൊല്ലമാണ് പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. ചന്ദ്രശേഖറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയായി എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി അല്പനിമിഷങ്ങൾ മാത്രം നാം എല്ലാവരും കാത്തിരുന്ന ആ പൊങ്കാല മഹോത്സവം അമ്മയുടെ അടുപ്പിൽ നിന്നും ആർത്തി അനന്തപുരിയുടെ നാനാദിക്കുകളിലേക്കും മുക്കിലും മൂലയിലുമുള്ള ആ പൊങ്കാലകളിലേക്ക്, ആ പൊങ്കാലക്കളത്തിലേക്ക് പകരുന്നതോടുകൂടി ഈ വർഷത്തെ സൂചിപ്പിച്ചതുപോലെ പൊങ്കാല ദിനത്തിൽ പാടുന്ന കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുന്ന സമയമാണ് എന്നുള്ളതാണ്. തീർച്ചയായും രാവിലെ 9:15 ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി ബ്രഹ്മശ്രീ അനീഷ് നമ്പൂതിരി ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരും. അതിനുശേഷം അതേ ദീപം തന്നെ സഹമേൽശാന്തിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലും തുടർന്ന് ക്ഷേത്രത്തിന് മുൻവശത്തുള്ള പണ്ടാര അടുപ്പിലും തീ പകരും. ഭക്തജനങ്ങൾക്കുള്ള അടുപ്പുകൾ ജ്വലിപ്പിക്കുന്നതിനുള്ള അറിയിപ്പായി ചെണ്ടമേളവും കതിനാവേടിയും മുഴക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇതോടുകൂടി ക്ഷേത്ര പരിസര പ്രദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള അടുപ്പുകളിൽ അഗ്നി പകരുന്നതോടുകൂടി ആറ്റുകാലും പരിസരവും മറ്റൊരു യാഗശാലയായി മാറും എന്നുള്ളതാണ് ശ്രുതി.